നമസ്കാരം, രഞ്ജിസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ലോങ്കേവാല എന്ന സ്ഥലത്തേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1971 പാകിസ്ഥാൻ പട്ടാളവും ഇന്ത്യൻ പട്ടാളവും തമ്മിൽ യുദ്ധം നടന്നിട്ട് പാകിസ്ഥാൻ പിന്തിരിഞ്ഞു പോവുകയും തോറ്റു പിന്മാറുകയും ചെയ്തു. പക്ഷേ അവരുടെ നിരവധി ആയുധങ്ങളും പടക്കോപ്പുകളും പിടിച്ചെടുക്കുവാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ ഓർമ്മയുടെ ഒരു സ്തംഭമുള്ള സ്ഥലമാണ് ലോങ്കേവാല. ഈ ടാങ്കൊക്കെ അന്നത്തെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ടാങ്കുകളാണ് പാകിസ്ഥാനിൻ്റെ പട്ടാളത്തിൽ. ലോങ്കേവാല ഫോട്ടോ പോയിൻ്റ്, സെൽഫി പോയിൻ്റൊക്കെ ഉണ്ട്. അന്നത്തെ യുദ്ധത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി മണ്ഡപം അല്ലെ ഓർമ്മക്കൽ ആണ് ഇവിടം. ലോങ്കേവാല യുദ്ധസ്ഥൽ എന്നാണ് ഈ സ്ഥലം മൊത്തത്തിൽ അറിയപ്പെടുന്നത്. ഇതൊരു രക്തസാക്ഷി സ്തൂപമാണ് ഇവിടെ അന്നത്തെ യുദ്ധത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ളത്. ഇതിൻ്റെ നമ്പർ BP 638 എന്നാണ്. M4 Sherman tank, captured tank which was used by Pakistan Army in the Battle of Lonkewala. It was used extensively by Pakistan in 1965 and 1971 war against India. It came into service in 1942 and was in use till mid-80s. The tank had 75 mm M3 L40 gun with air-cooled gasoline 400 horsepower engine. ഈ ലോങ്കേവാല യുദ്ധം നടന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീറിലെ താർ മരുഭൂമിയിലാണിത്. താർ മരുഭൂമിയുടെ ഒരു ഭാഗമാണ് ഈ ലോങ്കേവാല എന്ന് പറയുന്നത്. 1971 ഡിസംബർ 4 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലാണ് യുദ്ധം നടന്നത്. പാകിസ്ഥാൻ പട്ടാളം അവരുടെ കണക്കുകൂട്ടുകളൊക്കെ തെറ്റിപ്പോയി. ഇവിടെ കുഴഞ്ഞു മറിഞ്ഞ മണലാണ്, താർ മരുഭൂമിയിലെ മണലാണ് ഇവിടെ കൂടുതലും. അങ്ങനെ അവരുടെ ടാങ്കുകളും പല വാഹനങ്ങളും ഇവിടെ കുടുങ്ങിപ്പോയി. മാത്രമല്ല, അന്ന് പൂർണ്ണചന്ദ്രനുള്ള ദിവസങ്ങളായിരുന്നു. അത് കാരണം അവർക്ക് ഇരുട്ടിൻ്റെ മറപറ്റി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ പല കണക്കുകൂട്ടുകളും പിഴച്ചാണ് അവരന്ന് യുദ്ധത്തിൽ പിന്തിരിഞ്ഞു പോയത്. പിന്തിരിഞ്ഞു പോയപ്പോൾ അവർക്ക് അനവധി അവരുടെ യുദ്ധോപകരണങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇന്ത്യ പലതും പിടിച്ചെടുത്തു. ലോങ്കേവാല വ്യൂ പോയിന്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്ക്, ദൂരേക്ക് നോക്കിയാൽ പാകിസ്ഥാനിലേക്കാണ് നോക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളം ഇവിടെ വരെ ഒന്ന് കയറി വന്നല്ലേ. ദാ ഇവിടെ നിന്ന് നോക്കുന്ന അങ്ങ് ദൂരെ 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 കാണുന്ന പാകിസ്ഥാൻ വേണമെങ്കിൽ പറയാം. അങ്ങൊരു ടവറൊക്കെ കാണുന്നുണ്ട്. ഒരു പക്ഷേ ബോർഡറിലാവാം. മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്നൊരു ചായ കുടിച്ചാലോ പട്ടാള ക്യാമ്പിൽ. ഇതിവിടുത്തെ മിലിറ്ററിയുടെ ഒരു ക്യാൻറ്റീനാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവിടുന്ന് ചായയൊക്കെ വാങ്ങി കുടിക്കാം. 10 രൂപയ്ക്ക് നല്ല രുചികരമായ ചായ ഒരു ഗ്ലാസ് കിട്ടും. വിശാലമായ ഈ മരത്തിൻ്റെ തണലിലിരുന്നും അതിനകത്തും മറ്റുള്ള ബെഞ്ചുകളൊക്കെ ഇരുന്ന് നമുക്ക് വിശാലമായ ചായ ആസ്വദിച്ചിരിക്കാം. ഇതാണ് ലോങ്കേവാല വാർ മെമ്മോറിയൽ. ഒരു മ്യൂസിയം പോലെയാണ് ഇതിനകം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന. ഒരു പൂന്തോട്ടവും മ്യൂസിയവുമായി ഇവിടം സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ മരിച്ച അനേകം പേരുടെ പ്രതിമയും അവരുടെ പേരുവിവരങ്ങളും മറ്റുമുണ്ട്. അന്ന് യുദ്ധത്തിന് ഉപയോഗിച്ച, നമ്മുടെ പല യുദ്ധങ്ങളിൽ ഉപയോഗിച്ച വെടിക്കോപ്പുകൾ, തോക്കുകൾ, പീരങ്കികൾ, ടാങ്കുകൾ, അങ്ങനെയുള്ളവ, വിമാനം, അങ്ങനെയുള്ള പലതും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പക്കൽ 4 ഹണ്ടർ വിമാനങ്ങളും 120 സൈനികരും മാത്രമാണ് യുദ്ധത്തിൽ പങ്കെടുക്കുകയുണ്ടായത്. എന്നാൽ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്നും 30-40 ടാങ്കുകളും 2000-3000 പട്ടാളക്കാരും പങ്കെടുത്തു യുദ്ധത്തിൽ. എന്നിട്ടും പാകിസ്ഥാൻ പട്ടാളം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആ ധീരതയുടെ മുമ്പിലും ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആ യുദ്ധം നയിച്ച രീതി മൂലവും പാകിസ്ഥാൻ പട്ടാളം തോറ്റു പോകേണ്ടി വന്നു. ഈ ടാങ്കുകളൊക്കെ അന്നത്തെ യുദ്ധത്തിൽ പങ്കെടുത്തവയാണ്. വിമാനങ്ങൾ
വിശാലമായ ഈ സ്ഥലം ഒരു മ്യൂസിയം പോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ യുദ്ധത്തിൻ്റെ വിശദ വിവരങ്ങൾ ആലേഖനം ചെയ്ത 1, 2, 3 ചിത്രങ്ങളുണ്ട്. കൂടാതെ യുദ്ധത്തിൻ്റെ വിവിധ രീതികളെപ്പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റി ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് ലഭിച്ച സേനാ മെഡലുകളുടെയും മഹാവീർ ചക്ര അതുപോലുള്ള പുരസ്കാരങ്ങളുടെയും ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1971 യുദ്ധത്തിൽ തോറ്റ് പിന്തിരിഞ്ഞോടിയ പാകിസ്ഥാൻ അവസാനം ചെയ്ത ചതിപ്രയോഗം ഈ കിണറ്റിൽ വിഷം കലക്കിയിട്ടാണ് അന്ന് പോയത്. അതെ, ചതിപ്രയോഗത്തിൽ കൂടെ. ലോങ്കേവാല ഇവിടെ ഒരു 4 റോഡ് കൂടിയ കവലയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള രാജസ്ഥാൻ ജയ്സാൽമീർ അതിർത്തിയിൽ തനോട്ട് മാതാ ടെമ്പിൾ ആണ് കാണാൻ വേണ്ടിയാണ്. ദൂരെ കാണുന്നതാണ് തനോട്ട് മാതാ ടെമ്പിൾ. ഇത് തനോട്ട് മാ ടെമ്പിളിൻ്റെ കവാടമാണിത്. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ അമ്പലവും ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളുമൊക്കെ. ഇവിടെ നിയന്ത്രിക്കുന്നതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇന്ത്യൻ പട്ടാളം തന്നെയാണ്. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ സംരക്ഷണയിലും നിയന്ത്രണത്തിലുമാണ് ഈ ക്ഷേത്രമുള്ളത്. അനേകം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇത് കാണാനും മറ്റുമായിട്ട്. ഈ പട്ടാളത്തിന് ഈ ക്ഷേത്രത്തിൽ ഇത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകാനുള്ള കഥയെന്ന് പറയുന്നത്, കഥയല്ല, നടന്ന സംഭവം എന്ന് ഇവർ പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ അനേകം ബോംബുകൾ ഇവിടെ എല്ലാം പലയിടത്ത് വിട്ടു. ഇവിടെ ചുറ്റുമുള്ളതെല്ലാം നശിച്ചെങ്കിലും ഈ അമ്പലം മാത്രം നശിച്ചില്ല. ഈ ക്ഷേത്രത്തിന് മാത്രം ഒരു കേടുപാടുകളും സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നതും ഈ ക്ഷേത്രം പട്ടാളത്തിൻ്റെ സംരക്ഷണയിലായതും. വെടിയുണ്ടയൊക്കെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വെടിയുണ്ട ഇവിടെയൊക്കെ പ്രദർശനത്തിനൊക്കെ വെച്ചിട്ടുണ്ട്. അന്ന് വന്ന് വീണ ബോംബിൻ്റെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടുന്ന് പ്രസാദം നൽകുന്നത് പട്ടാളക്കാരാണ്. പട്ടാളത്തിൻ്റെ യൂണിഫോമിലാണ് അവർ ഇവിടെ പ്രസാദമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ സന്ദർശിച്ചിട്ട് പോകുന്നവർ ഇവിടെ കെട്ടുന്ന ഒരു വഴിപാട് പോലെയുള്ള എന്തോ സംഭവമാണ്. പുറത്ത് കടകളിൽ ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇത് വിൽക്കുന്നവരുടെ ധാരാളം തിരക്ക് പുറത്ത് നമുക്ക് അമ്പലത്തിൻ്റെ കവാടത്തിന് പുറത്ത് കാണാം. ധാരാളം ആൾക്കാർ ഇത് വിൽക്കുന്നുണ്ട്. അവിടെ പലരും ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ആഗ്രഹ സാഫല്യത്തിനോ അതോ കാര്യം സാധിച്ചതിൻ്റെ നന്ദിക്കായിട്ടോ ഇത് ഇവിടെ കെട്ടാറുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്റ്റേയുടെ ടെൻറ്റുകൾ. നമ്മുടെ ഡെസേർട്ട് സഫാരിക്ക് വരുമ്പോൾ ഇന്നിവിടെ ഈ ടെൻറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതിലൊരു ടെൻറ്റ്, ഞാൻ താമസിക്കുന്ന ടെൻറ്റ് വേണ്ട ഈ ടെൻറ്റാണ്, ഇതിനകത്താണ്. അതുപോലെ ഓരോ ടെൻറ്റിൽ ഈ 2 പേര് വീതമാണ്. ഇത് രാജസ്ഥാൻ ജയ്സാൽമീറിലെ ഡെസേർട്ട് സഫാരി. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ജയ്സാൽമീറിൽ ഇനി പാകിസ്ഥാൻ ബോർഡറിനടുത്തുള്ള മരുഭൂമിയാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതലും മരുഭൂമി. ഇവിടെ കുറേ ഇവിടെ ജീപ്പ് സഫാരി, ഓരോ റൈഡുകളെ, പാരാഗ്ലൈഡിങ്, മറ്റേ സ്പോർട്ട് ജീപ്പ്, പല പരിപാടികളുണ്ട്. പിന്നെ ഒട്ടക സവാരി. ഇവിടെ വരെ ജീപ്പിൽ വന്നപ്പോഴേ ജീവൻ പകുതി പോയി.
പാരാഗ്ലൈഡിംഗ്. ഒട്ടകത്തിന്റെ പുറത്ത് കയറാൻ പോകും. ഒട്ടകം. ഈ സാധനത്തെ രണ്ടുപേര് പോകുന്നതിന് 1200 രൂപ പറഞ്ഞു. ഒരാൾക്ക് 600 രൂപ. മിസ്റ്റർ ആസാദ്. ഇതൊരുമാതിരി ഓരൊക്കെ അത്ര ഓവറില്ല. നമ്മൾ കുറച്ച് ഓവറാണോ ഉദ്ദേശിച്ചത്. ഒട്ടകത്തിൻ്റെ പുറത്ത് പുറകിലിരുന്നുള്ള യാത്ര അത്ര സുഖകരമല്ല. വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കാല് ചവിട്ടാനോ പിടിക്കാനോ ഒന്നുമില്ല. തുള്ളിത്തുള്ളിയുള്ളൊരു പോക്കാണ്. എപ്പോൾ വേണേലും മറിഞ്ഞു വീഴാവുന്ന ഒരവസ്ഥയിൽ. ഒട്ടകത്തെ നിയന്ത്രിക്കുന്ന പയ്യൻ്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തു വീഡിയോ പിടിക്കാൻ. അവൻ്റെ സെൽഫിയാണ് കൂടുതലും പിടിച്ചിട്ടുള്ളത്. ഇവിടുത്തെ സൂര്യോദയം കാണാൻ ആൾക്കാരിങ്ങനെ വളരെ ഉണ്ട്. ഇവിടുത്തെ സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയാണ്. പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെ 600 രൂപയോ 1000 രൂപയോ കണ്ട് കൊടുത്താൽ പാരാഗ്ലൈഡിങ് നടത്താം. കുറച്ച് ദൂരമേ ഉള്ളൂ. ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് പേടിയായതുകൊണ്ട് മാത്രം ഞാൻ ഈ പാരാഗ്ലൈഡിങ്ങിൽ ഇവിടെ പങ്കെടുത്തില്ല. മരുഭൂമിയിലെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് ക്യാമ്പിൽ തിരിച്ചെത്തിയ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഇവിടുത്തെ ആളുകളുടെ കലാപരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. രാജസ്ഥാനി കലാകാരന്മാരുടെ പാട്ടും ഡാൻസും മറ്റു പരിപാടികളുമാണ്.
പാകിസ്ഥാനിലെ പര്യടനം കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ ചെന്ന് അവിടെ നിന്നാണ് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. ആ യാത്ര, ഡൽഹിയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ.